ഇരിങ്ങാലക്കുട നാദോപാസനയും അമേരിക്കയിലെ ഷാർലറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വാതി തിരുനാൾ സംഗീത സഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സ്വാതി തിരുനാൾ കർണാടക സംഗീത മത്സരം ഏപ്രിൽ 10-11 തീയതികളിൽ മുനിസിപ്പൽ ടൗൺഹാളിൽ വെച്ച് നടക്കുമെന്ന് നാദോപാസന ഭാരവാഹികളായ സോണിയാഗിരി, പി നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സരത്തിന്റെ പ്രാഥമിക ഓൺലൈൻ തെരഞ്ഞെടുപ്പ് ജനുവരി 25-26 തീയതികളിൽ നടക്കും. അഖിലേന്ത്യാ തലത്തിൽ 10 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർ ജൂനിയർ വിഭാഗത്തിലും 16 മുതൽ 25 വയസ്സുവരെ പ്രായമുള്ളവർ സീനിയർ വിഭാഗത്തിലുമാണ് പങ്കെടുക്കുക. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കൃതികളാണ് മത്സരത്തിൽ ആലപിക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ജനുവരി 20-നകം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. 33 വർഷങ്ങളായിട്ടുള്ള ഒരു സംഗീത സഭയാണ് നാദോപാസന. അതുകൊണ്ട് തന്നെ സംഗീത മത്സരം നമ്മൾ ഇതിനു മുൻപ് സുന്ദരനാരായണ സംഗീത മത്സരം നടത്തി വന്നിരുന്നു. അതിൻ്റെ മെയിൻ നെടുന്തൂണായിരുന്ന ശ്രീമതി ശ്രീദേവി മേനോൻ നിര്യാതയായി. അതുകൊണ്ട് തന്നെ അതുമായി തുടർന്ന് എങ്ങനെ പോകണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ശ്രീ മുരളി വല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാർലറ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വാതി തിരുനാൾ സംഗീത സഭ ഇരിങ്ങാലക്കുട നാദോപാസനയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് വളരെ മനോഹരമായി ഇങ്ങനെയൊരു സ്വാതി തിരുനാൾ സംഗീതോത്സവവുമായി സഹകരിക്കാമെന്നുള്ള ഉറപ്പ് തരികയും നമ്മളോടൊപ്പം ചേരുകയും ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വലിയ സന്തോഷത്തോടെയാണ് നമ്മളെ കുറച്ചുകൂടെ ഭംഗിയായി സ്വാതി തിരുനാൾ കീർത്തനങ്ങളെ ഇരിങ്ങാലക്കുടയിൽ ലോകമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സംഗീത മത്സരവും സംഗീതോത്സവവുമായിട്ടാണ് ഏപ്രിൽ 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായിട്ട് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. മത്സരത്തിന്റെ പ്രാഥമിക ഓൺലൈൻ തെരഞ്ഞെടുപ്പ് 2026 ജനുവരി 25-26 തീയതികളിൽ നടത്തുന്നതാണ്. അഖിലേന്ത്യാ തലത്തിൽ 10 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ജൂനിയർ വിഭാഗത്തിലും 16 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് സീനിയർ വിഭാഗത്തിലും മത്സരത്തിൽ പങ്കെടുക്കാം. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കൃതികളാണ് മത്സരത്തിൽ ആലപിക്കേണ്ടത്. ജൂനിയർ വിഭാഗത്തിൽ കൃതി മാത്രം ആലപിക്കേണ്ടതും സീനിയർ വിഭാഗത്തിൽ രാഗം, നിരവല്, മനോധർമ്മം എന്നിവയോടുകൂടി കൃതി അവതരിപ്പിക്കേണ്ടതുമാണ്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം 5000, 3000, 2000 രൂപ വീതം ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും